ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിനത്തിൽ തന്നെ ഇ.പി. ജയരാജൻ്റെ ആത്മകഥയെന്ന പേരിൽ ഒരു വാർത്താ വിസ്ഫോടനമുണ്ടായത് ഓർമ്മയില്ലേ? അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, ഒന്ന് കേട്ടെ. ഇ.പിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അങ്ങനെ ഇ.പി. ജയരാജനുമായി ഒരു കരാറും ഇല്ല എന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുറത്തു വരുന്നത്. കരാർ രേഖകൾ ഹാജരാക്കാൻ ഉടമയായ രവി DC-ക്ക് കഴിഞ്ഞില്ല. കരാറില്ലാതെ എങ്ങനെ ആത്മകഥ എന്ന നിലയിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ കഴിയുമെന്നതിൽ ഇനി കൂടുതൽ അന്വേഷണത്തിലുള്ള സാധ്യതകളാണ് തെളിയുന്നത്. പോളിംഗ് ദിനത്തിൽ DCC രവിയും 24-ലെ കണ്ടൻ നായരും VD സംഗീശനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ വാർത്താ വിസ്ഫോടനം. ആ വാർത്താ വിസ്ഫോടന സന്ദർഭത്തിൽ തന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എഴുതി പൂർത്തീകരിക്കാത്ത ആത്മകഥ, അതിനെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. പക്ഷേ വാർത്ത വന്നതിന് പിന്നാലെ ഇതിൻ്റെ ബുദ്ധികേന്ദ്രമായിട്ടുള്ള VD സംഗീശൻ അന്ന് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചത് എല്ലാവരും മറന്നു കാണും. പക്ഷേ നമുക്കങ്ങനെ മറന്ന് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ജനങ്ങളെ പിന്നീട് ഓർമ്മിപ്പിക്കണ്ടേ? 4 വോട്ടിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് കൃത്രിമ വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഈ നാട്ടിലെ മാധ്യമങ്ങളുമായിട്ട് സംഗീശൻ ഗൂഢാലോചന നടത്തുന്നതെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ മാപ്രകളുടെ 11 മണി സമയം ഫിൽ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന കഥാപാത്രമായിട്ടുള്ള ഗൂഢാലോചനാ വിദഗ്ധനായിട്ടുള്ള സതീശൻ അന്നും മാപ്രകൾക്ക് മുന്നിലെത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. നമുക്കൊന്ന് ഓർത്തെടുക്കാം. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ.പി. ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം CPM-ൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല BJP-യിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPM-ൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് ഇ.പി. ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല, അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPM-ന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ്. ധാരാളം ആളുകൾ, ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ CPM-ൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോൾ CPM-ഉം ഇ.പി. ജയരാജനും ഇ.പി. അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു. അദ്ദേഹവും കേന്ദ്ര മന്ത്രി BJP മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അത് നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ്. ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു, അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു. ഇപ്പം ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. കാരണം DC ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ്. 178 ഒറ്റ പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ എത്തും, പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? അത് പുറത്തുപോയി, അത് സത്യമാണ്. പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത്. ഇ.പി. ജയരാജനാണ് അന്വേഷിക്കേണ്ടത്. ഇ.പിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ, അല്ലെ ഇ.പിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ.പി. അന്വേഷിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ്, മെറ്റീരിയലാണ്. അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ CPM രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ 10 ദിവസം DCC-യുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക്
വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം 180 പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറഞ്ഞത്. കോൺഗ്രസിന് ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ജനാധിപത്യ പാർട്ടിയാണ്, ഞങ്ങളത് ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും. ഇപ്പോൾ BJP-യിൽ ഈ കലാപം നടക്കുകയാണ്, CPM-ൽ കലാപം നടക്കുകയാണ്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ്റെ അവസാന പാദത്തിൽ ചേലക്കരയിൽ ഇന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് CPM-ലെ വാർത്ത പുറത്തു വരുന്ന. ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് CPM-ൽ നടക്കുന്നത്. കണ്ടോ, DC ബുക്സിനെ എത്രമാത്രം വെള്ള പൂശുന്നു. ഇത്രമാത്രം ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രസാധകരിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത ഒരിക്കലും വരില്ല. അവർ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തോ എന്നാണ് ചോദ്യം. ഇപ്പോൾ എങ്ങനെയുണ്ട്? അന്ന് EP ഇത് നിഷേധിക്കുമ്പോഴും മനഃപൂർവ്വം നിഷേധിച്ചെന്ന് പറയുകയും എന്നാൽ കരാർ കൊടുത്തു എന്നും ഇന്ന് ഇത് ഔട്ട്ലെറ്റുകളിൽ എത്താനിരുന്നു എന്നും സതീശൻ ആധികാരികമായി പറയുകയാണ്. ഒരു വ്യാജ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം കൊടുക്കുന്നത് പലപ്പോഴും സതീശനാണ്. സതീശൻ ആധികാരികമായി അത് നടന്ന സംഭവം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ വസ്തുതകൾ പുറത്തു വരികയാണ്. DCC രവി ഉൾപ്പെടെ ഇതിൽ യാതൊരു കരാറുമില്ല എന്ന് പറയുമ്പോൾ സതീശൻ എന്തർത്ഥത്തിലാണ് അന്ന് ഈ ഡയലോഗ് അടിച്ചത്? അതിനിടയിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇനി 5-6 ദിവസമേ ഉള്ളൂ. ഇത്രയും ദിവസം നിങ്ങൾ കത്ത് വിവാദം കൊണ്ടു നടന്നു, ഇനി ഈ പുസ്തകം കൊണ്ടു നടക്കണം. ഒരു കത്ത് പുറത്തു വന്നെങ്കിൽ എന്ത്? ഇപ്പോൾ 185 പേജുള്ള ഒരു പുസ്തകമാണ് പുറത്തു വന്നത്. ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന രീതിയിലൊക്കെ തള്ളി മറിക്കുന്നുണ്ട്. സ്വാഭാവികമായി ചിന്തിച്ചൂടെ, എവിടെ നിന്നാകും ഇല്ലാത്തതുണ്ട് എന്നുള്ളൊരു കഥ DC ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരുന്നു, പിന്നാലെ വിവാദമാകുന്നു. DCC രവിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശ്രീകണ്ഠൻ നായരുടെ ചാനലിലൂടെ വാർത്തയും വന്നു. ഒട്ടും വൈകാതെ സതീശൻ അതിൽ പ്രതികരണവും നടത്തി. എന്താണ് മനസ്സിലാക്കേണ്ടത്? വെരി സിമ്പിൾ ലോജിക്. ആ ഗൂഢാലോചനയുടെ യാഥാർത്ഥ്യം തെളിയണമെന്നുണ്ടെങ്കിൽ സതീശനെ ഒന്ന് പൊക്കി അകത്തിട്ട് ചോദ്യം ചെയ്താൽ മാത്രം മതിയാകും. മണി പോലെ ആ ഇല്ലാത്ത ആത്മകഥാ വിവാദത്തിൻ്റെ ചുരുളഴിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.